ഓക്കെ, ഞാൻ എൻ്റെ പഴയ സ്കിന്നിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇത് ലെറ്റ്സ് പ്ലേൻ്റെ രണ്ടാമത്തെ എപ്പിസോഡാണ്. ഇന്ന് എനിക്ക് കുറച്ചധികം പരിപാടിയുണ്ട്. അതിലൊന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആ ബ്രീഡർ ഉണ്ടാക്കുന്ന ഐലൻഡ് കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിന്. അവിടെ എനിക്കൊരു ബ്രീഡർ സെറ്റ് ചെയ്യണം. പിന്നെ സ്വാമ്പ് പഴയ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അവിടെ പോയിട്ട് കുറച്ച് സ്ലൈമിനെ ഒപ്പിക്കണം. എന്നിട്ട് എനിക്കൊരു ഫാം ഉണ്ടാക്കാനാണ് സ്റ്റിക്കി പിസ്റ്റൺ ആവശ്യമുണ്ട് ആ ഒരു ഫാമിന്. അപ്പോൾ കുറച്ച് സ്ലൈമെല്ലാം കണ്ടുപിടിച്ച് സ്ലൈം ബോർഡിൽ ഒപ്പിക്കണം. ഓക്കെ, അപ്പോൾ ആദ്യം ഞാൻ ഐലൻഡ് കാണിച്ചു തരാം. ബ്രീഡർ ഉണ്ടാക്കുന്നത് ഒരു ചെറിയ ഐലൻഡാണ്. അവിടെ അത് ഫുള്ളും തികയോ എന്നുള്ളതാണ് എൻ്റെ സംശയം. കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് ആ ഒരു ബ്രീഡർ ഉണ്ടാക്കുന്ന ഐലൻഡ്. ഇവിടെ ബ്രീഡർ ആക്കിയിട്ട് ഞാൻ അവിടെ ആയിരിക്കും നമ്മളെ ട്രേഡിങ് ഹാൾ സെറ്റ് ചെയ്യുന്നത്. ട്രേഡിങ് ഹാളിന് ഇപ്പോഴും ഒരു ബിൽഡിൻ്റെ ഐഡിയ ഒന്നും എൻ്റെ മനസ്സിലില്ല. അതെന്താ വെച്ചാൽ നോക്കിയിട്ട് ചെയ്യും. ആദ്യം ഞാൻ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ലെയർ അങ്ങനെ സാൻഡ് മൈൻഡ് ചെയ്ത് കളയുന്നത്. നമുക്ക് കടലിൻ്റെ ലെവലിലാണ് ഈ ഒരു ഐലൻഡ് എനിക്ക് വേണ്ടത്. അപ്പോൾ ഇതൊന്ന് മൈൻഡ് ചെയ്ത് കളഞ്ഞിട്ട് കാണിച്ചു തരാം. ഓക്കെ, ഞാൻ ഫുള്ള് അങ്ങനെ മൈൻഡ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ഒരു ബ്രീഡർ ഉണ്ടാക്കണം. അത് ഞാൻ കാണിക്കാൻ നിൽക്കുന്നില്ല, കാരണം ഞാൻ തന്നെ കുറേ വട്ടം കാണിച്ചിട്ടുണ്ട്. പിന്നെ എല്ലാവർക്കും അറിയുന്നൊരു ബ്രീഡറാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ആ ബ്രീഡർ ഒന്ന് സെറ്റ് ചെയ്യട്ടെ. ഓക്കെ, ഞാൻ ഇവിടെ വില്ലേജർ ബ്രീഡർ സെറ്റാക്കിയിട്ടുണ്ട്. സാധാരണ വില്ലേജർ ബ്രീഡറാണ്, എല്ലാവർക്കും അറിയുന്നൊരു ടൈപ്പ്. ഓക്കെ, ഇവിടെ 2 ബേബി വില്ലേജർ വന്നിട്ടുമുണ്ട്. ഇനി ഞാൻ ഇവിടെ കുറച്ച് സമയം ഒക്കെ എന്നിട്ട് കുറേ വില്ലേജറിനെ ഒപ്പിച്ചോളും. അതിന് മുന്നേ എനിക്ക് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെ ഞാൻ ആ ഒരു ട്രേഡിങ് ഹാൾ സെറ്റാക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ഐലൻഡ് നമുക്കൊന്ന് ക്ലിയർ ചെയ്തെടുക്കണം. എന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒരു ജസ്റ്റ് ഒരു സാധനം ഉണ്ടാക്കിയിട്ട് ഇതിൽ ഞാൻ വില്ലേജറിനെ പിടിച്ചിടാം. ഈ ഒരു ഐലൻഡ് മൊത്തം എനിക്ക് ഈ ഒരു ലെവലിലാക്കണം. അതായത് കടലിൻ്റെ ലെവലിൽ നിന്ന് ഒരു ബ്ലോക്ക് മുകളിൽ. ഇവിടെ കുറച്ച് ഹൈറ്റിലേക്ക് പോകുന്നുണ്ട്. അതിൽ ഞാൻ മൈൻഡ് ചെയ്ത് 64 വൈ ലെവൽ 64ലേക്ക് ആക്കും. പിന്നെ ഈ ഒരു ഐലൻഡിൻ്റെ മൊത്തം മരവും ഞാൻ മുറിച്ച് കളയും കേട്ടോ. എന്നിട്ട് എനിക്ക് നോക്കണം എങ്ങനത്തെ ഒരു ബിൽഡാണ് എനിക്ക് ഈ ഒരു ട്രേഡിങ് ഹാളിൽ ചെയ്യാൻ കഴിയാറ്. ഓക്കെ, ചെറിയൊരു ആമുണ്ട്. ഇതിനെ ബോട്ടിൽ പിടിക്കാൻ കഴിയുമോ നോക്കട്ടെ. ബോട്ട് വെക്കാൻ കഴിയുന്നില്ലല്ലോ. ഇതിന് ബോട്ടിലെല്ലാം പിടിക്കാൻ കഴിയല്ലേ? എന്നാൽ എടുക്കട്ടെ. ഓക്കെ, അപ്പോൾ ഞാൻ ആ ഒരു കാര്യം കൂടി ചെയ്തിട്ട് വരാം. അതായത് കുറച്ച് ഈ ഒരു ഐലൻഡ് വന്നിട്ട് കുറച്ച് ടെറാഫോം എഴുതി ഈ മരയിൽ മുറിച്ചിട്ട് വരാം. അങ്ങനെ ആ ഇതിൽ ചെയ്യുന്നതിൻ്റെ ആ ഒരു ടൈം തന്നെ അവിടെ വില്ലേജർ വലുതായില്ലെങ്കിൽ ഞാനിവിടെ വില്ലേജറിനെ കൊണ്ടുവന്ന് ഇടുന്നതും കൂടി കാണിച്ചു തരാം കേട്ടോ. ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒരു സെറ്റപ്പേ ചെയ്യുന്നുള്ളൂ, കാരണം എനിക്കിപ്പോൾ ഡയമണ്ട് ആർമറൊന്നും ഇല്ലാണ്ട് ഇടുന്നത് ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ പെട്ടെന്നൊരു ഡയമണ്ട് ആർമർ ഒപ്പിക്കണം. പെട്ടെന്ന് തന്നെ എൻഡർ ഡ്രാഗനെ കൊതിട്ട് എലേട്രെല്ലാം കൊണ്ടുവന്നു. അല്ലാണ്ട് ഇവിടെ ഒരു പണിയും നടക്കില്ല. ഓക്കെ, അപ്പം ഞാൻ ഈ ഒരു ഐലൻഡ് ഒന്ന് വേഗം ടെറാഫോം ചെയ്തെടുക്കട്ടെ. ഓക്കെ, ഞാൻ ഇതങ്ങനെ ടെറാഫോം ചെയ്ത് എടുത്തിട്ടുണ്ട്. ഈ ഒരു ഐലൻഡ് കുറച്ച് വലുതാക്കിയിട്ടുണ്ട്. കുറച്ച് ഇങ്ങോട്ടെല്ലാം ബ്ലോക്കെല്ലാം വെച്ചിട്ടുണ്ട് അതിന്. ഓക്കെ, ഇപ്പോൾ ഇവിടെ കുറേ സാൻഡെല്ലാം ഉണ്ട്. അതെല്ലാം മാറ്റി ഞങ്ങൾക്ക് ഡയറക്റ്റ് ആക്കണം. ഡയറക്റ്റ് അത്ര കുറേ കിട്ടിയിട്ടില്ല, അതുകൊണ്ടാണ് ഇപ്പോൾ സാൻഡ് അങ്ങനെ തന്നെ വെച്ചിട്ടുള്ളത്. ഓക്കെ, പിന്നെ ഞാൻ ഇത് വില്ലേജറിനെ പിടിച്ചിടാൻ വേണ്ടി ഇങ്ങനെ ഒരു സംഭവം കൂടി ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഇനി ഓഫ് ക്യാമറയിൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവിടെ മൊത്തം വില്ലേജേഴ്സിനെ കൊണ്ടുവരണം. അതായത് ഈ ഒരു 4 എണ്ണത്തിൽ ഞാൻ എന്തായാലും മറ്റേ ഫ്ലെച്ചിങ് ടേബിളിൽ വെച്ചിട്ടുള്ള മറ്റേ സ്റ്റിക്കർ ട്രേഡ് ചെയ്യുന്ന ആ വില്ലേജറിനെ എനിക്ക് കൊണ്ടുവരാം. പിന്നെ ഈ ബാക്കിയുള്ളതിൽ ആർമറെല്ലാം കിട്ടാനുള്ള ഇതാണ് ചെയ്യുന്നത്. ഇപ്പം തൽക്കാലത്തേക്ക് ഞാൻ ആ ഒരു എൻചാൻമെൻറ്റ് ബുക്കൊന്നും കിട്ടാനുള്ള ചെയ്യുന്നില്ല. ഓക്കെ, ഇപ്പം ഞാൻ നിങ്ങൾക്ക് ഒരു വില്ലേജറിനെ എത്തിക്കുന്നൊന്നും എടുത്തൊന്ന് കാണിച്ചു തരാം എങ്ങനെയാണ്. ഇവിടെ 2 വില്ലേജർ വന്നിട്ടും ഉണ്ട് ഓൾറെഡി. നമുക്ക് ഇനി ഇവിടുന്ന് ഒരു ട്രെയിനിങ് സെറ്റപ്പിലേക്ക് ഇങ്ങനെ റെയിൽ വെച്ച് കണക്ട് ചെയ്യാം. ഓക്കെ, ഞാൻ അങ്ങനെ റെയിൽ മൊത്തം വെച്ചിന്. ഇനിയിപ്പോൾ ഇതൊന്നും ഉന്തിയിട്ടായി. ഓക്കെ, അങ്ങ് എത്തിച്ചാൽ മതി ഇനി. അപ്പോൾ ഞാനിപ്പോൾ ഫ്ലെച്ചിങ് ടേബിൾ വെച്ചിട്ട് ഫ്ലെച്ചേഴ്സിനെ ചെയ്യുന്നില്ല, കാരണം എൻ്റെ അയൺ ഫാമിൽ കുറച്ച് അധികം ഫ്ലെച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ ആ ഒരു സ്റ്റിക്ക് ട്രേഡ് ചെയ്യാൻ അവിടെ പോയാൽ മതി. അവിടെ അയൺ ഫാമിന് AFK വെക്കുമ്പോൾ തന്നെ അവർ റീസ്റ്റോക്ക് ചെയ്തോളും. എനിക്ക് ഞാൻ ഈ സ്മിത്തിങ് ടേബിൾ വെച്ചെടുക്കുന്നത്, നല്ല മറ്റേ ടൂൾസ് വെക്കുന്ന ആ ചങ്ങായിനെ കിട്ടാൻ നോക്കട്ടെ. ഇവിടെ ഒരു ബെഡും കൂടി വെച്ചെടുക്കണം. ലിങ്ക് ആവോ നോക്കട്ടെ. ഇപ്പം മറ്റാടെ ലിങ്കായിട്ടുള്ള പണിയും എടുക്കൂലേ. വില്ലേജസിൻ്റെ കുറേ ചൊറയുണ്ട്. ഇനിയിപ്പോൾ അടുത്ത ബെഡ് പൊട്ടിച്ചാൽ എനിക്ക് ലിങ്കാണ്. ഒരു മൈൻകാട്ട് ഞാൻ ഒന്ന് പൊട്ടിച്ച് നോക്കട്ടെ. ഇത് പൊട്ടിച്ചിട്ട് എന്താ ജോലി എടുക്കാത്തേ? ഞാൻ അവിടുത്തെ ആ ഒരു ബെഡെല്ലാം ഒന്ന് പൊട്ടിച്ച് വെച്ച് നോക്കട്ടെ. അപ്പോൾ ചിലപ്പോൾ ജോലി എടുത്താലോ. ഇല്ലല്ലോ, ഇതെന്തെങ്കിലും പണിയെടുക്കാത്തേ? ഈ ബെഡ് കാണുന്നുള്ളൂ ഇവന്. ഇവിടെ വെച്ചു കൊടുക്കാം. ഇതെന്താ ഇങ്ങനെ? ഓക്കെ, അതെന്തായാലും ഞാൻ നോക്കിയിട്ട് ചെയ്തോളും. ഇപ്പോൾ എന്താ സംഭവം എന്നറിയില്ല. ഓക്കെ, ഇതെന്തായാലും കുറച്ച് നല്ല പണിയായിരിക്കും. ഇത് ഞാൻ എന്താ വെച്ചാൽ നോക്കിയിട്ട് ചെയ്യാം. ഇനി ഇതന്നെ എടുത്ത പണി ഇങ്ങനെ ഓരോ വില്ലേജറിനെ ഫുള്ള് കൊണ്ടിടുക, ഓരോ ട്രേഡ് സെറ്റ് ചെയ്യുക. അത് ഞാൻ ചെയ്യുന്നതിന് അടുത്ത എപ്പിസോഡിൽ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ ആ ഒരു സ്ലൈം ബോൾ എടുക്കുന്നതൊന്ന് കാണിച്ചു തരാം. ഞാൻ സ്ലൈം ബോൾ ഒപ്പിക്കാൻ വേണ്ടി സ്വാമ്പിലാണ് പോകുന്നത്.
അപ്പോൾ അടുത്തേക്ക് ഞാൻ നെതർ വയ്യാന്ന് പോകുന്നത്, ഓവർവേൾഡ് വഴി പോകുന്നില്ല, നെതർ വഴി കണക്ട് ചെയ്തിട്ട് അങ്ങനെ പോകാൻ പോകുന്നത്. അപ്പോൾ അതിന് എനിക്കിപ്പോൾ ഒരു ഡയമണ്ട് പിക്കാക്സിൻ്റെ ആവശ്യമുണ്ട്. ഞാൻ ഇതാ ഇവിടെ ഒരു 2 എണ്ണത്തിന് കറക്റ്റ് ലിങ്ക് ആക്കിയിട്ടുണ്ട്. ഇവനും ഇപ്പം മാസ്റ്ററാണ്, മറ്റവനും മാസ്റ്ററാണ്. ഇവൻ ബാൻ ഓഫ് ആർത്തപോർട്സിൻ്റെ ഒരു ഇത് ആക്സ് വെക്കുന്നുണ്ട്. ഇപ്പം ഫോർച്യൂൺ 1 ഒരു പിക്കാക്സ് വെക്കുന്നുണ്ട്. ഇവൻ എന്തായിരുന്നു ഇവൻ ഇത്രയും നല്ലൊരു കേസ് ഇപ്പം നിങ്ങൾ കണ്ടതിന് അറിയാണ്ട് നെക്കിപ്പോയതാണ്. ഇതിനിപ്പം ഞാൻ എങ്ങനെ വാങ്ങാം? ഇത് വാങ്ങാനായി ഞാൻ നോക്കിയത്, അതിൻ്റെ എൻജോയ്മെൻറ്റ് നോക്കാൻ വേണ്ടി പോയതാണ്. അപ്പോഴത്തേക്കും നെക്കിപ്പോയി. അതാണെങ്കിൽ ആക്സ് സിൽക്ക് ടച്ച് ഉപയോഗിക്കലും ഇല്ല, ഞാൻ ഫോർച്യൂൺ ആക്സ് ഉപയോഗിക്കല്. പക്ഷേ ഇനിയിപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടി ഞാൻ വേറെയും കുറേ പണിയെടുക്കേണ്ടി വരില്ല. ഓക്കെ, അപ്പം ഞാൻ ഇനി ഇവിടുന്ന് കുറച്ചും കൂടി ട്രൈ ചെയ്ത് എമറാൾഡിൽ ഒപ്പിച്ച് ഒരു പിക്കാക്സും കൂടി വാങ്ങിയിട്ട് കുറച്ച് ഒബ്സീഡിയനെടുത്ത് നെതറെല്ലാം വഴി കണക്ട് ചെയ്ത് അങ്ങ് എത്തിയിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, ഞാൻ അങ്ങനെ സ്വാമ്പിൽ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ വേറെ പരിപാടിയൊന്നും ഇല്ല. രാത്രി ആകുന്നേരം ഇങ്ങനെ ഇവിടെ നിൽക്കുക. രാത്രി ആയിക്കഴിഞ്ഞാൽ കുറച്ച് സ്ലൈമിന് ഒരു 10 മതി. 10 ആയിക്കഴിഞ്ഞാൽ നേരെ വീട്ടിലേക്ക് പോകാം. ഞാൻ ജസ്റ്റ് ഒന്ന് ബെഡ് ആക്കുന്നുണ്ട് റീസ്പോൺ സെറ്റ് ചെയ്യാൻ. ഞാൻ എന്തായാലും കുറേ വട്ടം ചാവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഞാൻ ബെഡ് വെച്ച് റീസ്പോൺ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ രാത്രി ആകുന്നേരം വെയിറ്റ് ചെയ്യണം. എന്നിട്ട് ഇവരെല്ലാം വന്ന് ഒരു 10 ഒപ്പിക്കുക, വേഗം പുറക്കേക്കുക. അതാണ് എൻ്റെ പ്ലാൻ. ഇനിയിപ്പോൾ രാത്രി ആയിട്ട് എല്ലാവരും സ്പോൺ ആകുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ രാത്രി ആവാനായിട്ടുണ്ട്. ഇപ്പം തന്നെ സ്പോണായി തുടങ്ങുമായിരിക്കും, നോക്കാം. ആരല്ലോ സ്പോണായിന്, പക്ഷേ മറ്റേ സ്ലൈമിനൊന്നും കാണുന്നില്ല. വരുമായിരിക്കും, ഇവിടെ സ്പോണാവുമെന്നാണ് എൻ്റെ ഒരു അറിവ്. ഞാൻ ഇവിടെ എത്തി. എൻ്റെ കയ്യിൽ ഫുഡും കുറവാണ്. എൻ്റെ കയ്യിൽ അയൺ സോഡ ഒരു സ്ലൈമിലൊന്നും കണ്ടിട്ടുമില്ല. ഞാൻ താഴേക്കൊന്നും ഇതുവരെ ഇറങ്ങിയിട്ടില്ല. മരത്തിലാണ് ഉള്ളേ. ബോവൻ്റെ ആരും കൂടി എടുക്കാനുള്ളൂ. ഇനിയിപ്പോൾ ഇവിടെ സ്ലൈമിനെ കാണുന്നില്ല. പിന്നെ എന്തായാലും കുറച്ച് നോക്കട്ടെ, സ്ലൈമിനായിട്ട് കിട്ടിനെയും പറയാം. ഓക്കെ, രാവിലെ ആവാനായി. ഇനിയും സ്പോണായിട്ടൊന്നും ഇല്ല. ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കിയതിന് അപ്പോൾ കണ്ടത് ഇവിടെ സ്പോണാവും തന്നെയാണ്. പക്ഷെ ഇവിടെ ഒന്നിനും കാണുന്നില്ലായിരുന്നു. വൈ ലെവൽ 50-51 അവിടെ എന്തോ ആണ് സ്പോണാവാന്നാണ് പറഞ്ഞത് സ്വാമ്പിൽ. ഇത് കാണുന്നില്ല. ഇത് രാവിലെ ആയി ഏകദേശം, എന്നിട്ട് സ്പോണില്ല. ഇത്രയും നേരം ഇവിടെ തന്നെ ഉണ്ടായത്. ഓക്കെ, ഫുള്ള് രാവിലെ ആയി. അപ്പോൾ ഇവിടെ സ്പോൺ ആവൂല, എന്താ സംഭവം ഇത്? ഞാൻ സ്ലൈം ബോളിന് ഇവിടുന്ന് ഒപ്പിക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പം ഇനിയിപ്പോൾ ഇവിടുന്ന് കിട്ടുക ടൈം ചങ്കാറ്റ കണ്ടുപിടിക്കേണ്ടി വരും. ഇപ്പോൾ അതിലെന്തായാലും ഞാൻ ഓഫ് ക്യാമറയിൽ നോക്കാം. ഓഫ് ക്യാമറയിൽ ഒരു 2-3 രാത്രിയും കൂടി ഇവിടെ നിന്ന് ആരെങ്കിലും സ്പോൺ ആവുമെന്നെല്ലാം നോക്കാം. ചങ്ക് ബേസ് ഒന്നും നമ്മൾ ഉപയോഗിക്കില്ല. അപ്പോൾ സ്ലൈം ചങ്കെല്ലാം കിട്ടാൻ ഭയങ്കര പണിയായിരിക്കും. എന്തെങ്കിലും ഈസി വയ്യുണ്ടോയെന്ന് നോക്കട്ടെ. ഇവിടുന്ന് കിട്ടുമെന്ന് തന്നെ വിചാരിച്ചു, പക്ഷെ ഇവിടുന്ന് കിട്ടിയിട്ടില്ല, എന്താ അറിയില്ല. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. കുറച്ച് ലെങ്ത്ത് കുറവാന്ന് തോന്നുന്നു, അറിയില്ല. എന്തായാലും എന്തെങ്കിലും കുഴപ്പമില്ല ഉണ്ടെങ്കിൽ പറയാം, അടുത്ത എപ്പിസോഡിൽ സെറ്റാക്കാം. ഓക്കെ, ബൈ.